ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ നാളെ ആഗ്രഹിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. ഇതാണ് അതിൻ്റെ റൈറ്റ് ടൈം എന്ന് തോന്നി. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു ട്രാവൽ ഏജൻസിയിൽ ട്രിപ്പ് കോർഡിനേറ്റർ ആയിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നി ട്രാവൽ ചെയ്യുന്ന സ്ഥലത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. എനിവേ, കം ടു ദ പോയിന്റ്. നമ്മളിപ്പോൾ പോകുന്നത് കൊൽക്കത്തയ്ക്കാണ് ഫോർ മൈ ജോബ് മീറ്റിംഗ്. ഇപ്പോൾ ദാ ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, എപ്പോൾ ട്രാവൽ ചെയ്താലും ഞാൻ ഈ വിൻഡോ സീറ്റ് ചോദിച്ച് മേടിക്കും. വേറൊന്നിനല്ല, അത് ഇപ്പം നിങ്ങൾ ഈ കാണാൻ പോകുന്ന വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി വിൻഡോ സീറ്റിലിരുന്നിട്ട് ഇതാ ഇങ്ങനെ കുറേ നേരം പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഇതൊരു പ്രത്യേക ഫീലാണ്. എനിവേ, നമ്മളിപ്പോൾ ദാ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റാണ് കൊൽക്കത്തയ്ക്ക്. നമ്മളവിടെ വന്ന് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തപ്പോഴേക്കും അടുത്ത ഫ്ലൈറ്റിന് ടൈമായി. ഏകദേശം ഒരു 12 മണിയോട് കൂടി നമ്മൾ കൊൽക്കത്ത റീച്ചായി. പിന്നെ ബാഗൊക്കെ എടുത്ത് ക്യാബെല്ലാം ബുക്ക് ചെയ്ത് ഇതാ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ടയർഡാണെങ്കിൽ കൂടി ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പുതിയൊരു സ്ഥലത്തെത്തിയിട്ട്. ഹോട്ടലെത്തിയിട്ട് പിന്നെ എനിക്ക് ടൈമൊന്നും ഉണ്ടായില്ല വീഡിയോ എടുക്കാൻ. കാരണം നല്ല ടയർഡായിരുന്നു. വേഗം കുളിച്ച് ഫുഡെല്ലാം കഴിച്ച് പെട്ടെന്ന് കിടന്നു. കാരണം രാവിലെ എണീച്ചിട്ട് എനിക്ക് മീറ്റിങ്ങിന് പോകേണ്ടതാണ്. അങ്ങനെ എൻ്റെ കൊൽക്കത്തയിലെ ഫസ്റ്റ് ഡേ ആണിന്ന്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നേരെ പോകുന്നത് സയൻസ് സിറ്റിയുടെ അടുത്തുള്ള എക്സിബിഷൻ ഗ്രൗണ്ടിലേക്കാണ്. അവിടെയാണ് ആക്ച്വലി എൻ്റെ മീറ്റിംഗ് നടക്കുന്നത്. ഇത് TTF, ട്രാവൽ ആൻഡ് ടൂറിസം ഫെയർ, ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ട്രാവൽ ഷോ ആണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ കേട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. আশা করি আপনারা সবাই এই ভিডিওটি এনজয় করবেন। ബ്രേക്ക് ടൈം കിട്ടിയപാടെ ഞാൻ കോഫി കുടിക്കാൻ തുടങ്ങി. നല്ലൊരു ക്യൂവിൽ നിന്ന് കോഫിയെല്ലാം മേടിച്ച് അവിടെ വന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് കോഫി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും തിരിച്ചു കയറാൻ ടൈമായി. പിന്നെ നേരെ മീറ്റിങ്ങിന് പോയി അങ്ങിരുന്നു. I think we can clap more for them. It's really knowledgeable to listen to them. Yes. പ്രോഗ്രാം കഴിഞ്ഞപാടെ ഞാൻ നേരെ പോയത് പാർക്ക് സ്ട്രീറ്റിലേക്കാണ്. ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ റൂമിൽ പോയി കിടന്നുറങ്ങാമെന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് പാർക്ക് സ്ട്രീറ്റിലേക്ക് കൂടി നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആക്ച്വലി അവിടുത്തെ നൈറ്റ് ലൈഫ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ കൂടി കണ്ടപ്പോൾ ഭയങ്കര ത്രില്ലായി. പാർക്ക് സ്ട്രീറ്റ് നല്ല തിരക്കാണ് നൈറ്റിലും. ബിക്കോസ് അവിടെ കുറേ പബ്ബും റെസ്റ്റോറൻറ്റ്സും കഫേസും അങ്ങനെ ഒരുപാടുണ്ട് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയത്. So when you guys are going to Kolkata, highly recommended this place. Then ഞാൻ ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് റൂമിലെത്തി കിടന്നുറങ്ങാൻ പോകുന്നതിൻ്റെ പ്രിപ്പറേഷൻസിലാണ്. കൊൽക്കത്തയുടെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. This is Anjana signing off.